ഇന്ന് ഒരു സിമ്പിൾ മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനാണെങ്കിലും അടുക്കളയിൽ ഒത്തിരി നേരം നിന്ന് കറങ്ങാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇനി 2 ദിവസത്തേക്ക് വേറെ കറികളുടെ കാര്യം ഒന്നും നോക്കണ്ട, അത് അങ്ങനെ ഇരുന്നോളും. ഇതിൻ്റെ കൂടെ പിടിക്കാൻ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഊണ് കുശാലായിട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ചെറിയൊരു സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയും കുറച്ച് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒത്തിരി വഴണ്ട് പോവണ്ട, കറിയുടെ കളറ് മാറിപ്പോകും കേട്ടോ. പകുതി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചതാണ് കേട്ടോ കൂട്ട്. തേങ്ങ കാണുമ്പോഴേ സ്കിപ്പ് അടിച്ച് പോകാൻ നിൽക്കുന്നവരൊന്നും നിന്നോ. തൈരിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ചൊഴിച്ചാലും ഈ കറി സൂപ്പറാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ തൈരും കൂടി അടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സിമ്മിലിടണേ. തൈര് തിളയ്ക്കാൻ പാടില്ല. പയ്യെ ഒന്ന് പതവന്ന് തുടങ്ങുന്ന പാകത്തിലേക്ക് കടുക് വറുത്തൊഴിക്കുക ചെയ്യാം കേട്ടോ. കടുക് താളിക്കുന്നതിനകത്തേക്ക് എണ്ണയൊഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ കറി റെഡിയായിട്ടോ. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റെസിപ്പിയാണ് കേട്ടോ.